ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ നീറ്റ് ഫീറ്റ്. അപ്പം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് നീറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾ കാണുന്ന AC എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് LCR സർക്യൂട്ട്. ACയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് LCR സർക്യൂട്ടും റെസണൻസുമാണ്. നമ്മൾ നേരത്തെ ലോജിക് ഗേറ്റ്സിൽ ഒരു സെക്ഷൻ പർട്ടിക്കുലർ സെക്ഷൻ കണ്ട പോലെ നമ്മൾ ഇന്ന് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയ LCR സർക്യൂട്ടിന് ചോദിച്ച ചോദ്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. സോ വെൽക്കം ബാക്ക്. നമുക്ക് AC ഈസി ആക്കാം. സോ LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ LCR സർക്യൂട്ടിലെ ചോദ്യങ്ങളെ കുറച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് LCR സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കണ്ടേ? ഉറപ്പായിട്ടും. അപ്പൊ LCR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്. അപ്പം എപ്പോഴും ബ്രീഫിംഗിൽ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം എന്നാണല്ലോ. അപ്പൊ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ടിനെ എക്സ് ആക്സിസിൽ വരയ്ക്കുക. ഏത് ഫേസർ ഡയഗ്രാം ആണെങ്കിലും കറണ്ടിനെ നമ്മൾ ബേസ് ആക്കി സെറ്റ് ചെയ്യും, അത് എക്സ് ആക്സിസിൽ വരയ്ക്കും. പിന്നെ നമുക്ക് റെസിസ്റ്റർ അറിയാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? സെയിം ഫേസിലാണ് അല്ലെ. ഇൻഡക്ടർ ആണെങ്കിൽ 90 ഡിഗ്രി ലീഡ് ചെയ്യും, കപ്പാസിറ്റർ ആണെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്യും. അപ്പൊ എപ്പോഴും VR കറണ്ടിന് പാരലായിട്ട് തന്നെ വരച്ചു. കറണ്ടിനേക്കാൾ ലീഡ് ചെയ്യാണ് VL. അപ്പൊ ഞാൻ VL മുകളിലേക്ക് വരച്ചു, താഴെ കാര്യം വരച്ചു, VCയും വരച്ചു. ഇതിൽ ആരാണോ വലുത് അതനുസരിച്ച് എഫക്റ്റീവ് എടുക്കാം. VL ആണ് വലുതെങ്കിലേക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ഇങ്ങോട്ട് VL മൈനസ് VC എന്ന് എഴുതാം, ഇങ്ങോട്ട് VR എഴുതാം. ഇതാണ് കറണ്ട്, ഇതിന്റെ എഫക്റ്റീവ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മുടെ എന്താണ് ഫൈ എന്ന് പറയുന്നത്, ഫേസ് എന്ന് പറയുന്ന ആംഗിൾ. ഇനി ഇത് മാത്രമല്ല, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ ഇമ്പിഡൻസ് ഫേസറിനെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ തന്നെ സെയിം ആണ്. ഞാൻ കറണ്ടിനെ തന്നെ ബേസ് ആക്കി വരച്ചു. ഇമ്പിഡൻസിന്റെ ഫേസർ ആണ്. ഇവിടെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആണ്. അപ്പൊ ഇവിടെ ഞാൻ റെസിസ്റ്ററിനെ വരച്ചു. മേൾ ഇൻഡക്ടർ ആണ്. അപ്പൊ ഞാനിവിടെ ഇൻഡക്ടറിന്റെ ഇമ്പിഡൻസിനെ വേണം വരയ്ക്കാൻ. റെസിസ്റ്റൻസ് ആണ്. അതേപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയ XL-നെ ഞാൻ വരച്ചു, താഴേക്ക് ആരെ വരച്ചു? XC-യെ വരച്ചു. ഇതിൽ ആരാണോ വലുത്? ഇപ്പൊ XL ആണ് വലുതെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇത് നമ്മുടെ റെസിസ്റ്റൻസ്, മുകളിലേക്ക് എന്താണ്? XL മൈനസ് XC എന്ന് വരും. ഇവരുടെ എഫക്റ്റീവ് ആണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ആംഗിൾ ഫൈ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇമ്പിഡൻസ് ട്രയാംഗിൾ വരയ്ക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഈ പടം കണ്ടാൽ അറിയാം, നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് XL മൈനസ് XC ആവാം, XC മൈനസ് XL ആവാം, ആര് വേണമെങ്കിലും ആകാം. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇസഡുമായി മാറും. കണ്ടോ, അവര് തമ്മിലുള്ള ആംഗിൾ, ദിസ് ആംഗിൾ ആണ് ശരിക്കും നമ്മൾ ഈ തന്നിരിക്കുന്ന ആംഗിൾ ആണ് ഫൈ. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ LCR സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്നിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ നമുക്കൊരു ഇത് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഞാൻ ടാൻ ഫൈ എഴുതാൻ പോവാണ്. ടാൻ ഫൈ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? XL മൈനസ് XC ആണ്. ബൈ അഡ്ജസന്റ് സൈഡ് അത് ആരാണ്? R ആണ്. ഓക്കെ, ഗ്രേറ്റ്. അടുത്ത പവർ ഫാക്ടർ കോസ് ഫൈ എഴുതാം. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, അത് R ആണ്. ഹൈപ്പോട്ടന്യൂസ് Z ആണ്. അപ്പൊ ഇത് രണ്ടും, ഇത്രയും കാര്യങ്ങൾ LCRലെ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ റെസൊണൻസ് കണ്ടീഷനിലേക്ക് വരാം. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യമേ എഴുതേണ്ട കാര്യം XL-ഉം XC-യും ഈക്വൽ ആണെന്ന് അർത്ഥം. ഒന്നാമത്തെ കണ്ടീഷൻ. XL-ഉം XC-യും ഈക്വൽ ആണെങ്കിൽ ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? 1/√LC. വെരി ഇമ്പോർട്ടന്റ്. ഇതിനാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി വെറും റെസൊണന്റ് ഫ്രീക്വൻസി ആണെങ്കിൽ എനിക്ക് എഴുതാം 1/2π√LC. ഇതിന്റെ യൂണിറ്റ് ഹെർട്സിലായിരിക്കും. ഇതിന്റെ യൂണിറ്റ് എന്താ ചോദിക്കുക? റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ്. കാരണം ഇത് ആംഗുലാറും അത് സാധാ ഫ്രീക്വൻസിയുമാണ്. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്, അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ റെസൊണൻസിന്റെ കേസിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ റെസൊണൻസ് കണ്ടീഷനിൽ പഠിക്കേണ്ടത് ഗ്രാഫിനെ കുറിച്ചാണ്. ഗ്രാഫിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ പറഞ്ഞു, ഇതാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയും അല്ലെ. ഇതാണ് റെസൊണന്റ് ഫ്രീക്വൻസി. റെസൊണന്റ് ഫ്രീക്വൻസിയിൽ കറണ്ട് മാക്സിമം ആണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. കറണ്ട് മാക്സിമം നമ്മൾ ഇവിടെ മാക്സിമം ആണെങ്കിൽ ഇങ്ങോട്ടും കുറവായിരിക്കും, ഇങ്ങോട്ടും കുറവായിരിക്കും. നമ്മൾ വൺ ഷോട്ടിൽ പഠിച്ച പോലെ ഈ സൈഡ് എന്താണ്, ഈ റീജിയൻ എന്താണ് എന്ന് പറയണം. ഈ റീജിയൻ എന്ത് നേച്ചറാണ്? കപ്പാസിറ്റീവ് നേച്ചറാണ്. ഈ റീജിയൻ ഇൻഡക്റ്റീവ് നേച്ചറാണ്. അത് മറക്കരുത്. ഒന്ന് കപ്പാസിറ്റീവ് നേച്ചർ ആണെങ്കിൽ മറ്റൊന്ന് ഇൻഡക്റ്റീവ് നേച്ചർ ആണ്. സോ കപ്പാസിറ്റീവ് നേച്ചർ എന്ന് പറയാൻ കാരണം ഇവിടെ ഒമേഗ കുറവാണ്. ഒമേഗ കുറവാണെങ്കിൽ XL-ന്റെ വാല്യൂ കുറവാണ്. കാരണം ഒമേഗ കുറഞ്ഞ XL കുറയും. അപ്പം കൂടുതലും കപ്പാസിറ്റി എഫക്റ്റ് ആയിരിക്കും അവിടെ കൂടുക. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒമേഗ കൂടുതലാണ്. അപ്പൊ XL ഈക്വൽ ടു L ഒമേഗ. ഒമേഗ കൂടിയാൽ XL-ഉം കൂടും. അപ്പൊ ഇൻഡക്റ്റീവ് നേച്ചർ കൂടും എന്ന് പറയാം. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. റെസൊണൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഇൻഡക്ടറിന്റെ അക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ടേജും കപ്പാസിറ്ററിന്റെ അക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കോമൺ വോൾട്ട് മീറ്റർ ആണ് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്റർ. ഇത് ഇൻഡക്ടർ ആണ്,
ഇത് കപ്പാസിറ്റർ ആണ്, റെസൊണൻസിലാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അക്രോസ് ഒരു കോമൺ വോൾട്ട് മീറ്റർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ വോൾട്ട് മീറ്റർ റീഡിംഗ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടന്റ് കാര്യം, വോൾട്ട് മീറ്റർ റീഡിംഗ് 0 ആയിരിക്കും അറ്റ് റെസൊണൻസ് ഇഫ് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ അക്രോസ് ഒരു കോമൺ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ. പിന്നെ പറയേണ്ട കാര്യം, ഞാൻ സോഴ്സിൽ കൊടുക്കുന്ന മൊത്തം വോൾട്ടേജും, അതായത് നമ്മുടെ സർക്യൂട്ട് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ സോഴ്സിൽ കൊടുക്കുന്ന മൊത്തം വോൾട്ടേജും റെസൊണൻസ് ആണെങ്കിൽ അക്രോസ് ഏതിന്റെ അക്രോസ് ആയിരിക്കും വരിക? റെസിസ്റ്ററിന്റെ അക്രോസ് ആയിരിക്കും വരിക. സോ എനിക്ക് ഇവിടെ പറയാം, സോഴ്സിൽ കൊടുക്കുന്ന വോൾട്ടേജ് മൊത്തം റെസിസ്റ്റൻസിന്റെ അക്രോസ് ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ റെസൊണൻസിന്റെ കേസിൽ നമ്മൾ XL ഈക്വൽ ടു XC എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇംപിഡൻസ് ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കിയാലോ? നമുക്കറിയാം, ഇങ്ങോട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഇങ്ങോട്ട് കറണ്ട് ഉണ്ട്, മുകളിലേക്ക് XL ഉണ്ട്, ഇങ്ങോട്ട് XCയും ഉണ്ട്. റെസൊണൻസ് ആണെങ്കിൽ XL ഉം XCയും ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്? XL ഉം XCയും ഈക്വൽ ആണ്, VL ഉം VCയും ഈക്വൽ ആണ്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്, ഒരു കറണ്ടും ഉണ്ട്. ഇവിടെ തമ്മിൽ രണ്ടുപേരും പാരലാണ്. ആംഗിൾ എത്രയാണ്? ഇവിടുത്തെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സോ റെസൊണൻസ് കണ്ടീഷനിൽ പവർ ഫാക്ടർ എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറഞ്ഞോണം, എത്രയാണ്? കോസ് ഫൈ എന്ന് പറഞ്ഞാൽ കോസ് 0 ആണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. റെസൊണൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടർ 1 ആണ്. അതുപോലെ റെസൊണൻസ് കണ്ടീഷനിലെ കറണ്ട് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ സോഴ്സ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. ഇവിടെ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ റെസൊണൻസിൽ ആവശ്യമായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി റെസൊണൻസിന്റെ ഗ്രാഫിനെ ഒന്ന് ക്ലോസ് അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്നും കൂടെ ഉള്ളതാണ്. ക്വാളിറ്റി ഫാക്ടർ നമ്മൾ വൺ ഷോട്ടിൽ പറഞ്ഞ പോലെ, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ബൈ റെസിസ്റ്റൻസ്. ഇതിന്റെ റേഷ്യോ ആണ് ശരിക്കും ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1/r × √L/c. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പോവാണ്. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറയും. അതായത് ഇതാണ് നമ്മുടെ റെസൊണൻസ് കണ്ടീഷൻ, ഇതാണ് നമ്മുടെ മാക്സിമം കറണ്ട് Imax എന്ന് പറയും, ഇതാണ് ω0, അതായത് നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി. ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മാക്സിമം പവർ ഉണ്ട്, ദാറ്റ് ഈസ് തന്നിരിക്കുന്ന മാക്സിമം പവറിന്റെ 1/√2 ടൈംസ് ഉള്ള ഒരു വാല്യൂ ഞാൻ എടുത്തു, ദാറ്റ് ഈസ് Imax/√2. ഇതിനെ മാച്ച് ചെയ്യുന്ന രണ്ട് ഫ്രീക്വൻസീസ് എനിക്ക് ഇവിടെ കിട്ടും. ഇതാണ് നമ്മുടെ ഈ മാച്ച് ചെയ്യുന്ന ഈ ലോവർ ഫ്രീക്വൻസിയും ഹയർ ഫ്രീക്വൻസിയുമാണ് നമ്മുടെ ഹാഫ് പവർ ഫ്രീക്വൻസികൾ എന്ന് പറയും. ഒന്ന് അറിഞ്ഞു വെക്കണം, ഈ ഇക്വേഷൻ അറിഞ്ഞു വെക്കണം. ഈ മൊത്തം ദൂരത്തിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുന്നത്. ഫസ്റ്റ് അറിയേണ്ട പോയിന്റ്, ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ്, ഈ ഒറ്റ വാല്യൂ, ദാറ്റ് ഈസ് ഈ റെസൊണൻസ് ഫ്രീക്വൻസിയും ഇയാളുമായിട്ടുള്ള ഡിഫറൻസും, അല്ലെങ്കിൽ ഈ റെസൊണൻസ് ഫ്രീക്വൻസിയും മറ്റേ ആളുമായിട്ടുള്ള ഡിഫറൻസും സെയിം ആണ്. ഈ ഡിഫറൻസിന് ഒരു വാല്യൂ ഉണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ ബാക്കിയെല്ലാം സെറ്റ് ആണ്. ദാറ്റ് ഈസ് R/12. ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? R/12 ഈക്വൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് ഒരു വൺ ഷോട്ട് ക്വിക്ക് ഷോട്ട് എന്ന രീതിയിൽ നമ്മൾ റെസൊണൻസിനെ കുറിച്ച് പറയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് നീറ്റിന് ചോദിച്ചുള്ള ചോദ്യങ്ങളെ വളരെ ധൈര്യമായി നമുക്കൊന്ന് അഭിമുഖീകരിക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ നോക്കിയേ, ലോവർ ഫ്രീക്വൻസി ω/L എന്ന് പറഞ്ഞാല് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നിന്നും ഈ ഡെൽറ്റ ഒമേഗ കുറച്ചാൽ പോരെ? മതി. ഹയർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ഹയർ ഹാഫ് പവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ω0 ആയ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ നിന്നും ഡെൽറ്റ ഒമേഗ കൂട്ടിയാൽ പോരെ? കണ്ടോ? അതൊക്കെ നമ്മൾ ആ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് 2023 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഈ പഠിച്ച ഇക്വേഷനിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താന്ന് നോക്കാം. സീരീസ് LCR സർക്യൂട്ട് ആണ്. ഇൻഡക്ടൻസ് L എന്ന് പറഞ്ഞാൽ 10 മില്ലി ഹെൻറി എന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചു. കപ്പാസിറ്റൻസ് C എന്ന് പറഞ്ഞാൽ 1 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നുണ്ട്, സമ്മതിച്ചു. ആൻഡ് റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, അപ്പൊ R എഴുതി. R എന്ന് പറഞ്ഞാൽ 100 ഓം ആണെന്ന് പറയാൻ സമ്മതിച്ചു. ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ചോദ്യം. ഇവിടെ നോക്കണം, ഒമേഗയുടെ യൂണിറ്റ് തന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രീക്വൻസി ന്യൂവിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്കറിയാം, ന്യൂ എന്ന് പറഞ്ഞാൽ 1/2π × √LC. ഒമേഗ ആണെങ്കിൽ 1/ വെറും √LC എന്ന് വരും. അപ്പൊ ഞാനിവിടെ ന്യൂ എടുത്തു എന്ന് വിചാരിക്കുക. 1/2π √LC ആണ്. നമ്മൾ പറഞ്ഞു റെസൊണൻസ് ഫ്രീക്വൻസി രണ്ട് രീതിയിലുണ്ട്. ഹെർട്സിലാണെങ്കിൽ നമ്മൾ 1/2π √LC എഴുതും, വെറും റേഡിയൻ പെർ സെക്കൻഡിലാണ് നമ്മൾ 1/√LC എന്ന് എഴുതും. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ഓപ്ഷൻ കണ്ടതുകൊണ്ട് ഞാനിവിടെ 1/2π √LC എന്ന് എഴുതി. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. 1/2 × 3.14 എന്ന് എടുത്തു. √LC എന്നാണ്. √LC എന്ന് പറയുമ്പോൾ 10 മില്ലി ഹെൻറി. അപ്പൊ 10 × 10⁻³ ആൻഡ് കപ്പാസിറ്റൻസ് 1 മൈക്രോ ഫാരഡ്. അപ്പൊ 10⁻⁻6 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടിക്ക് 6ഉം 3ഉം 9 ആണ്. 1 പോയാൽ 8, 10⁻⁸ എന്ന് വരും. 10⁻⁻ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര വരും? 10⁻⁴. അതിനെ റൂട്ട് എടുക്കുമ്പോൾ 10⁻⁻8ന്റെ റൂട്ട് എടുക്കുമ്പോൾ 10⁻⁴ എന്ന് വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, 1/2 × 3.14 ×
ഇത് ചെയ്തെടുക്കുക 10 മില്ലി ഹെൻറി മൈക്രോ ഫാരഡും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 9 8 8 പോകുമ്പോൾ 10⁻⁴ 10⁻⁴ മേളേക്കും 10⁴ എന്ന് വരും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കുക 1/2 2 × 3.4 എന്നാണ്. 1/2 × 3.4 എന്ന് പറഞ്ഞാൽ 1/6 പോയിന്റ് സംതിങ് എന്ന് വരും ഇൻറ്റു 10⁻⁴ എന്ന് വരും. 1/6 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്തായാലും പോയിന്റ് സംതിങ് ആണ് ഇൻറ്റു 10⁻⁴ എന്ന് വരും. അപ്പൊ 0.1 സംതിങ് ഇൻറ്റു 10⁻⁴ എന്ന് എഴുതി. 0.1 സംതിങ് ഏകദേശം അത്രയും വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയെടുത്താൽ 1 പോയിന്റ് സംതിങ് ഇൻറ്റു 10⁻³ എന്ന് വരും. 10⁻³ എന്ന് പറഞ്ഞാൽ കിലോ ഹാർട്സ് ആണ്. അപ്പൊ 1 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഒരേ ഓപ്ഷൻ തന്നെയാണ്. ആകെ വ്യത്യാസം വരുന്നത് എന്ത് മാത്രമാണ്? അതിന്റെ പൊസിഷനിൽ മാത്രമാണ്. അപ്പൊ എനിക്ക് ഇവിടെ 1 പോയിന്റ് സംതിങ് കിട്ടി ഇൻറ്റു 10⁻³ എന്നും കിട്ടി. 10⁻³ എന്ന് പറഞ്ഞാൽ അത് കിലോ ഹെർട്സ് ആണ്. അപ്പൊ എനിക്ക് എഴുതാം ഓപ്ഷൻ എ ആണ്. ഇൻറ്റു 10⁻³. അപ്പൊ 1 പോയിന്റ് സംതിങ് വരുന്ന ഉത്തരമാണ് ശരി ഉത്തരം. അത്രയും കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് നീറ്റിന് ചോദിച്ചിട്ടുള്ളത് 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ചു നോക്കാം. ദ നെറ്റ് ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി എന്നാണ് ചോദ്യം. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്തൊക്കെയുണ്ട് എന്നൊന്ന് എടുത്ത് എഴുതാം. നമുക്ക് അവിടെ മില്ലി ഹെൻറി ആണ്. അപ്പൊ എല്ല് തന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ 50/π മില്ലി ഹെൻറി ആണ്. ഓക്കെ, അടുത്തത് കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 10⁻³ മൈക്രോ ഫാരഡ് ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 6 ആണ്. R = 10 ഓം എന്നും തന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. ചോദ്യം നെറ്റ് ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾ വെറുതെ ഇംപിഡൻസിന് ഇക്വേഷൻസ് ഒന്നും ആലോചിക്കേണ്ട. ഇംപിഡൻസ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ എന്താ പഠിച്ചത്? ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. ആ ഇംപിഡൻസ് ട്രയാങ്കിൾ ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ? മതി. അപ്പൊ ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കണം. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ ഒരു R വേണം, ഒരു XL വേണം, ഒരു XC വേണം. എന്നിട്ട് നമുക്ക് ഇതിന് ഇംപിഡൻസ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മുടെ R ഓൾറെഡി ഉണ്ട്. XL കണ്ടുപിടിക്കണം. XL എന്ന് പറഞ്ഞാൽ ശരിക്കും L ഒമേഗ അല്ലേ? XL എന്ന് പറഞ്ഞാൽ L ഒമേഗ അല്ലേ ഗൈസ്? L ഒമേഗ ആണെങ്കിൽ നമുക്ക് L ഒമേഗ കണ്ടുപിടിക്കാം. L എന്ന് പറഞ്ഞാൽ 50/π മില്ലി ഹെൻറി ആണ്. 10⁻³ എന്ന് കൊടുത്തു. ഒമേഗ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഈ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി ആണ്. നമുക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്. അപ്പൊ ഇവിടുന്ന് വേണം നമ്മൾ ഒമേഗ എഴുതാൻ. അപ്പൊ എനിക്ക് എഴുതാം 2 × π ഇൻറ്റു ഫ്രീക്വൻസി എത്രയാ? 50 എന്നാണ്. പൈ വെട്ടിപ്പോയി. 5 2 10. 5 2 10 വരും. അപ്പൊ എത്ര പൂജ്യമായി? 2 പൂജ്യം. ഇവിടെ ഒരു 3 പൂജ്യം. അപ്പൊ ഈ പൂജ്യവും ഈ വാല്യൂസ് എല്ലാം പോകും. ഈ 10⁻³ വെട്ടിക്കളയാം. പിന്നെ ബാക്കി നമുക്ക് വരുന്നത് ഒരു 5 ഓം മാത്രമാണ്. സോ എനിക്ക് എക്സലിന്റെ വാല്യൂ കിട്ടി, 5 ഓം എന്ന് കിട്ടി. അടുത്ത സിയിലേക്ക് ഞാൻ പോവുകയാണ്. സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/c ഒമേഗയാണ്. 1/c ഒമേഗ എന്ന് പറയുമ്പോൾ സി തന്നിട്ടുണ്ട് 10⁻³ ഇൻറ്റു മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ 10⁻⁻6 എന്ന് എഴുതണം. ഇൻറ്റു ഒമേഗയാണ്. ഒമേഗ നമ്മളിപ്പോൾ ഓൾറെഡി എഴുതി. 2 × π ഇൻറ്റു അവിടുത്തെ ഫ്രീക്വൻസി. പൈയും ക്യാൻസൽ ആയി. പിന്നെ എന്തെങ്കിലും 5 2 100. ഇത് 100 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 3 2 5. 10⁻⁵ × 10⁻⁻6 വരും. 10⁻⁻1 എന്ന് വരും. 1/10⁻⁻1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 ഓം കിട്ടി. കഥ കഴിഞ്ഞു. ഇത്ര ഉള്ള കാര്യം. ഇവിടെ നോക്കിയാൽ റെസിസ്റ്റൻസ് കിട്ടും. നമുക്കിനി ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാം. റെസിസ്റ്റൻസ് 10 ഓം ആണ്. ഇൻഡക്ടൻസ് മുകളിലേക്കാണ്. അപ്പൊ 5 ഓം എന്ന് കൊടുക്കാം. കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് 10 ഓം ആണ്. അത് താഴേക്കും കൊടുക്കാം. മുകളിലേക്ക് 5, താഴേക്ക് 10. അപ്പം കുറയ്ക്കണം. 10 ന്ന് 5 കുറച്ചാൽ 5, അത് താഴേക്ക് വരും. സോ എനിക്ക് എഴുതാം താഴേക്ക് 5 ഓം എന്ന് വരും, ഇങ്ങോട്ട് 10 ഓം എന്നും വരും. ഇതിന്റെ എഫക്റ്റീവ് വേണം എടുക്കാൻ. സോ ദിസ് ഇസ് ലൈക്ക് എ പൈതഗോറസ് ട്രയാങ്കിൾ ആണ് അല്ലെ? എനിക്ക് എഴുതാം √10² + 5² എന്ന് എഴുതാം. √125 എന്ന് വരും. 125 എന്ന് പറഞ്ഞാൽ √25 × 5 എന്നാണ്. 25ന്റെ √5 5√5 എന്ന് വരും. 5√5 എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. അപ്പൊ അത്യാവശ്യം ചെയ്യേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് LCR സർക്യൂട്ടിൽ റെസൊണൻസും പ്രോപ്പർട്ടീസിൽ ചോദിക്കാറുള്ളത്. ചിലപ്പോൾ എളുപ്പ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. അതെടുത്ത് അപ്ലൈ ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്നാണ് കാണുന്നത്. എല്ലാം നീറ്റിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെയാണ്. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കുക. ഇത് 2021 നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. 2021-23 AC ചോദ്യങ്ങളിൽ അഭിഷേകമായിരുന്നു. ശ്രദ്ധിക്കുക. An inductor of inductance L, capacitor of capacitance C, resistor of resistance R are connected in series to an AC source of potential difference V volt. അപ്പൊ അതൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. കണ്ടോ? ഇത് L ആണ്, ഇത് C ആണ്, ഇത് R ആണ്. ഓക്കെ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ LCR സീരീസ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. അത് തന്നിട്ടുണ്ട് 10√2 ആംപിയർ എന്നാണ്. ചോദ്യം ദ ഇംപിഡൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ Z ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, 3 പേരുടെയും വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് വോൾട്ടേജ് വെച്ചുള്ള ഫേസർ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. വോൾട്ടേജ് വെച്ച് ഫേസർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ 3 പേരുടെ ഇംപിഡൻസ് ആണ് തന്നത് നേരത്തെ ചോദ്യത്തിൽ. അപ്പൊ നമ്മൾ ഇംപിഡൻസ് വെച്ചുള്ള ഫേസർ വരച്ചു. ഇവിടെ വോൾട്ടേജ് വെച്ചിട്ടുള്ള ഫേസർ ഇല്ലേ? അപ്പൊ നമുക്ക് അത് വരച്ചുകൂടെ? വരയ്ക്കാം. അപ്പൊ നമുക്ക് അതിന് വോൾട്ടേജ് ഫേസർ എങ്ങനെ വരയ്ക്കുക? റെസിസ്റ്റർ ഇങ്ങോട്ടാണ്, VL ഇങ്ങോട്ടാണ്,
വി സി താഴേക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫേസർ വരയ്ക്കാം. റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിന്റെ അക്രോസ് 40 വോൾട്ട് ആണ്. സോ ഇവിടെ 40 വോൾട്ട് എഴുതി. മുകളിലേക്ക് ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ളത് അതും 40 ആണ്. 40 മുകളിലേക്ക് എഴുതി. കപ്പാസിറ്ററിന്റെ അക്രോസ് 10 ആണ്, അത് എഴുതി. 40ഉം 10ഉം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, മൈനസ് ചെയ്യുക അല്ലെ. 40 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എനിക്ക് മുകളിലേക്ക് വരും. ഇങ്ങോട്ട് 30ഉം വരും, ഇങ്ങോട്ട് 40ഉം വരും. സോ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആണ്. 40ഉം 30ഉം വന്നാൽ പൈതഗോറസ് തിയറം പ്രകാരം നിങ്ങൾക്ക് അറിയാം അത് 50 വോൾട്ട് ആയിരിക്കുമെന്ന് സംശയമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇവിടുത്തെ വോൾട്ടേജ് കിട്ടി, 50 വോൾട്ട് എന്ന് കിട്ടി. കറണ്ട് കണ്ടുപിടിക്കണം, കാരണം കറണ്ട് തന്നത് പീക്ക് വാല്യൂ ആണ്. നമുക്ക് പീക്ക് വാല്യൂ അല്ല വേണ്ടത്, നോർമൽ കറണ്ടിന്റെ വാല്യൂ ആണ്, RMS ആണ് വേണ്ടത്. അപ്പൊ പീക്ക് വാല്യൂവിനെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ RMS ബൈ ഇതാണ്. അപ്പൊ √2 വെട്ടിക്കളഞ്ഞാൽ 10 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. വോൾട്ടേജ് 50 ആണ്, കറണ്ട് 10 ആണ്. ഉത്തരം എനിക്ക് എഴുതാം 5 ഓം എന്ന് കിട്ടും. 5 ഓം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ കണ്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസിന്റെ ഏതൊക്കെ ചോദ്യങ്ങളാണോ അതിന്റെയൊക്കെ ബേസിൽ തന്നെയാണ് ഇവിടെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ നോ നീഡ് ടു വറി. പക്ഷേ LCR സർക്യൂട്ട് റെസൊണൻസ് നിർബന്ധമായും പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ഇവിടെ നോക്കിയേ, സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്നിങ് 5 ഹെൻറി ഇൻഡക്ടർ എന്ന് പറയുന്നു. L തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 80 മൈക്രോ ഫാരഡ് എന്നാണ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അത് 40 ഓം എന്നുമാണ്. The angular frequency of the sources at which power transferred to the circuit is half the power at the resonant. പടം ആലോചിക്കണം, ഹാഫ് പവർ ഫ്രീക്വൻസിയുടെ പടം ആലോചിച്ചാൽ മതി. ഹാഫ് പവർ ഫ്രീക്വൻസിയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇതാണ് നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി എങ്കിൽ ഇവിടെ ഒരു ലോയും കാണും, ഇവിടെ എന്തും കാണും, ഒരു ഹൈയും കാണും. ഇത് ഡെൽറ്റ ഒമേഗയാണ് എന്നും നമുക്കറിയാം അല്ലെ. ഇത് റെസൊണന്റ് ഫ്രീക്വൻസി, ഇത് ഡെൽറ്റ ഒമേഗ. ഇവരെ രണ്ടുപേരും കിട്ടിക്കഴിഞ്ഞാൽ എല്ലും കണ്ടുപിടിക്കാം, ഹൈ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസി ആദ്യമേ കണ്ടുപിടിക്കാം. ω0 റെസൊണന്റ് ഫ്രീക്വൻസി ഇക്വേഷൻ 1/√LC എന്നാണ്. 1/√LC എന്ന് പറയുമ്പോൾ L എത്രയാ, 5 തന്നിട്ടുണ്ട്. C എത്രയാ, 80 മൈക്രോ ഫാരഡ്. അപ്പൊ 80 × 10⁻⁻6. അപ്പൊ 8 5 ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണെ, 8 5 are 40. അപ്പൊ ഇവിടെ 400 എന്ന് വരും, × 10⁻⁻6 എന്ന് വരും. 4ന്റെ റൂട്ട് 2 ആണ്, അപ്പൊ 2 താഴെ വന്നു. പിന്നെ 2 0 -6, അപ്പൊ -4. -4ന്റെ റൂട്ട് എടുത്താൽ -4 റൂട്ട് എടുത്താൽ -2. അപ്പൊ ഇവിടെ 10⁻2 എന്ന് വരും. അത് മുകളിലേക്ക് പോകും. അപ്പൊ 100/2 എന്ന് വരും, അല്ലെങ്കിൽ 50 എന്ന് വരും. അപ്പൊ എനിക്ക് ഇവിടുത്തെ ഒമേഗയുടെ വാല്യൂ 50 എന്ന് കിട്ടി. അപ്പൊ ഒമേഗ 50 കിട്ടി, സേഫ് ആയി. ഇതിന് എന്തെങ്കിലും ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ΔW. എന്നാലേ നമുക്ക് മറ്റേ രണ്ടാൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ΔW നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ΔW എന്ന് പറഞ്ഞാൽ R/2L ആണ്. R എത്രയാ ഇവിടെ തന്നിരിക്കുന്നത്? R 40 ആണ്. 2 × L എത്രയാ തന്നിരിക്കുന്നത്? L എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ എനിക്ക് എഴുതാം 40/10 എന്ന് എഴുതാം. വെട്ടിക്കളഞ്ഞാൽ 4 എന്ന് കിട്ടും. അപ്പൊ നമുക്കിനി ലോവർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ലോവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയിൽ നിന്നും 4 കുറയ്ക്കണം. ഹയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റെസൊണന്റ് ഫ്രീക്വൻസിയുടെ 4 കൂട്ടണം. അപ്പം 46ഉം 54ഉമാണ് ശരി ഉത്തരം. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, അടുത്തതൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. എന്തോരം ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. 4 നോക്കണം. അതെല്ലാം LCR സീരീസ് സർക്യൂട്ടിൽ നിന്നാണ്. ഒരു LCR സീരീസ് സർക്യൂട്ടിന്റെ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്. L 10 ഹെൻറി ആണ്, കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ് ആണ്. അടുത്തത് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അത് 50 ഓം ആണെന്ന് പറയുന്നു. ഈസ് കണക്ടഡ് ടു ആൻ AC സോഴ്സ്. അവിടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണത്. വോൾട്ടേജിന്റെ ഇക്വേഷൻ പറയുന്നത് 200 sin 100t എന്നാണ്. ഇത് ഓപ്ഷൻ എലിമിനേഷൻ വേണ്ടി പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഇഫ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ദ LCR സർക്യൂട്ട്, റെസൊണന്റ് ഫ്രീക്വൻസി അവർ പറയുന്നു V0 ആണെന്ന് പറയുന്നു. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സിന്റെ ഫ്രീക്വൻസി V ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് വാല്യൂ എന്നാണ്. സോഴ്സ് ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്കറിയാം, ഇത് sin ωt എന്നല്ലേ. sin ωt ഒമേഗയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 100 ആണ്. അപ്പൊ ഒമേഗ 100 ആണെങ്കിൽ നമുക്കറിയാം ഒമേഗ = 2π × ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω/2π എന്ന് കിട്ടും. അപ്പൊ 100/2π എന്ന് കിട്ടും, അല്ലെങ്കിൽ 50/π എന്നാണ്. അപ്പൊ ഓപ്ഷനിൽ എവിടെങ്കിലും ന്യൂ, ദാറ്റ് ഈസ് വെറും ന്യൂ എന്ന് പറയുന്നത് 50/π എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 50 ആണ്, തെറ്റാണ്. ഇവിടെ 50 ആണ്, ഇവിടെ 100/π ആണ്. ഇവിടെ 50/π ആകെ ഒരു ഓപ്ഷന് മാത്രമേ ആരുള്ളൂ, 50/π ഉള്ളൂ. ഇനി അതേപോലെ നിങ്ങൾക്ക് ന്യൂ0 കണ്ടുപിടിക്കാം. 1/2π √LC ചെയ്താൽ ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. പക്ഷെ എന്നാലും എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാം. ദാറ്റ് ഈസ് 50/π. സോ ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ ഫ്രം റെസൊണൻസ് അല്ലെങ്കിൽ LCR സർക്യൂട്ട് എന്ന് പറയാം. ആൻഡ് ഫൈനലി ഒരു ചോദ്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. എ സീരീസ് LCR സർക്യൂട്ട് ഈസ് കണക്ടഡ് ടു ആൻ AC വോൾട്ടേജ് സോഴ്സ് വെൻ L ഈസ് റിമൂവ്ഡ്. അപ്പൊ LCR സർക്യൂട്ട് എന്നാണ് ഇവര് പറയുന്നത്. LCRൽ
അപ്പം LCR സർക്യൂട്ടില് എല് കളഞ്ഞു, അപ്പൊ അത് CR സർക്യൂട്ടായി മാറി. പിന്നെ LCR സർക്യൂട്ടില് ഇനി ആര് പോയി? C പോയി, അപ്പൊ അത് LR സർക്യൂട്ടായി മാറി. അപ്പൊ നമുക്കിനി നോക്കാം. ചോദ്യം ഇതാണ്, എല് റിമൂവ് ചെയ്തപ്പം അവിടുത്തെ ഫേസ് ആംഗിൾ π/3 ആണ്. അപ്പൊ CR സർക്യൂട്ടിനെ കുറിച്ച് ആലോചിക്കുക. CR എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി, റെസിസ്റ്റൻസ് ഇങ്ങോട്ട് തന്നെയാണ്, കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് XC ആണ് താഴേക്ക് വരിക. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇമ്പിഡൻസ് വരച്ചാൽ മതി. ഇവര് തമ്മിൽ എഫക്റ്റീവ് ആണ് Z എന്ന് പറയുന്നത്. ഇതാണ് φ. ഇവിടുന്ന് എനിക്ക് tan φ എഴുതാം. tan φ എന്ന് പറയുന്നത് tan π/3 ആണ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ്, അത് XC/R എന്ന് എഴുതാം. ഓക്കെ, അപ്പം CR സർക്യൂട്ട് പറയുന്നു. CR സർക്യൂട്ടിൽ സിമ്പിൾ ചോദ്യമാണ്, അനലൈസ് ചെയ്താൽ മതി. എല്ല് പോയാൽ അത് CR സർക്യൂട്ട് ആണ്. അപ്പൊ നിങ്ങൾ CR സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം വരച്ചു, R XC താഴേക്കും, അതിന് മാറ്റമൊന്നുമില്ല. റിസൾട്ടന്റ് വരുമ്പോൾ അവിടെ ഞാൻ tan φ എടുത്തു. tan φ എന്ന് പറഞ്ഞാൽ XC/R, ഇവിടെ 5 തന്നിട്ടുണ്ട്, π/3 എന്നൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇനി C ആണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ C ഇസ് റിമൂവ്ഡ്, അവിടുത്തെ ഫേസ് ഡിഫറൻസ് π/3 ആണ്. അപ്പൊ അത് LR സർക്യൂട്ടായി മാറി. LR സർക്യൂട്ട് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇങ്ങോട്ട് തന്നെയാണ്, XL മുകളിലേക്കാണ്. ഇവരുടെ രണ്ടുപേരുടെയും എഫക്റ്റീവ് ആണ് Z എന്ന് പറയുന്നത്. ഇതാണ് φ എന്ന് പറയുന്നത്. φ തന്നിട്ടുണ്ട്, അത് π/3 ആണ്. അപ്പൊ എനിക്ക് എഴുതാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് XL ആണ്, അഡ്ജസന്റ് സൈഡ് R ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് കേസിലെയും എനിക്ക് അനലൈസ് ചെയ്താലും മനസ്സിലാകും. ഇവിടെയും tan π/3, ഇവിടെയും tan π/3. അപ്പൊ ഇവിടെ രണ്ടിടത്ത് LHS ഉണ്ട് സെയിം. അപ്പൊ എനിക്ക് RHS ഇക്വേറ്റ് ചെയ്ത് ഇവിടെ. അപ്പൊ എനിക്ക് എഴുതാം XC/R ഈക്വൽ ടു XL/R എന്ന് എഴുതാം. R വെട്ടിപ്പോയാൽ എനിക്ക് എഴുതാം XC ഈക്വൽ ടു XL എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ദിസ് സർക്യൂട്ട് ഈസ് അറ്റ് റെസൊണൻസ്. ഈ സർക്യൂട്ട് റെസൊണൻസിലാണ്. അപ്പൊ തന്നിരിക്കുന്ന സർക്യൂട്ട് റെസൊണൻസിലായതുകൊണ്ടാണ് നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റിയപ്പോൾ XCയും XLയും ഈക്വൽ ആയിട്ട് കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് നോക്കാം. ദ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഈസ്, റെസൊണൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടർ എന്താണെന്ന് നമ്മൾ പഠിച്ചത്. റെസൊണൻസ് കണ്ടീഷനിൽ നമ്മൾ പവർ ഫാക്ടറിനെ കുറിച്ച് പഠിച്ചിരുന്നു. എന്താ സർക്യൂട്ട് ഈസ് അറ്റ് റെസൊണൻസ്, കോസ് φ എന്ന് പറയുന്നത് അവിടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ റെസൊണൻസ് കണ്ടീഷനിലെ പവർ ഫാക്ടർ നമ്മൾ പഠിച്ചതാണ്. എത്രയാണത്? 1 ആണ്. സോ എനിക്ക് ഇവിടെ ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഇതെല്ലാം ലൈക്ക് എ ക്വിക്ക് റിവിഷൻ, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞത്. ലൈക്ക് എ ക്വിക്ക് റിവിഷൻ ഫോർ AC. ഇനിയും നമുക്ക് ഇതേപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യങ്ങൾ, നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ചെറിയ തിയറിയും അതിന്റെ ബേസിലുള്ള എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.